മലയാളികൾ എവിടെ ചെന്നാലും അവരുടെ ജീവിതം ഉയർത്തിക്കൊണ്ടുവരുന്നതോടൊപ്പം കലാരംഗത്തും അവരുടെ കഴിവുകൾ തെളിയിക്കാറുണ്ട്. ഇവിടെ ഈ പ്രവാസ ഭൂമികയിൽ ഈ കുവൈറ്റിന്റെ മണ്ണിൽ ഒരുപാട് കലാകാരന്മാർ അവരുടെ കലാപ്രോക്തങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ്. അവരുമായി സംവദിക്കുവാനാണ് കലാകൗമുദി ടീം ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും അവരെ നമുക്ക് കാണാം. പ്രൊഡ്യൂസറാണ്. എന്താ പേരെന്താ? ശരി, ഓക്കെ. ഈ ഒരു സിനിമ എടുക്കാനുണ്ടായ കാരണം? സിനിമ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ഡയറക്ടർ സാബു സൂര്യചിത്ര അദ്ദേഹം ഒരു 2-3 വർഷമായിട്ട് ഈ ഒരു ഫുൾ മൂവി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മളോട് സംസാരിച്ചു. പക്ഷെ എന്നിരുന്നാലും കുവൈറ്റിലെ ഈ പരിമിതമായ സാഹചര്യത്തിൽ അത് അത്ര എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ലാതിരുന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് ഒക്കെ പറഞ്ഞില്ല. പക്ഷെ ഒരു കൂട്ടം ആൾക്കാർ, അതായത് ഇത് ടാക്ട് ചെയ്യുന്ന ഓരോരുത്തരും ഇവിടെ ഒരുപാട് ഷോർട്ട് ഫിലിമുകളിൽ ചെയ്ത് ശീലമെന്നാണ്. അതുപോലെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ അദ്ദേഹം നല്ല കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇത്രയും ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ആയിട്ടുള്ള ഒരു പരിപാടി ആയത് കാരണം അതിലോട്ട് കടക്കാൻ തീരുമാനിച്ചു. ഏതായാലും എന്താണ് എക്സ്പീരിയൻസ്? ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ അഭിനേതാവാണ്, അഭിനയിച്ചിട്ടുണ്ടോ? ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമിൽ ചെറിയ ചെറിയ മോഡലൊക്കെ കാണിച്ചു. അപ്പൊ ഈ സിനിമയിൽ താങ്കൾ അഭിനയിക്കുന്നുണ്ടോ? അല്ല, ഈ സിനിമയിൽ അങ്ങനെ അഭിനയിക്കുന്നു എന്ന് പറയാൻ മാത്രമില്ല. പക്ഷെ നമ്മുടെ ആരാണെന്ന് എഴുതി കാണിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചറിയാൻ മാത്രം ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കുന്നത് ചെറിയൊരു റോൾ. എന്തായാലും ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഈ ഒരു സിനിമാ രംഗത്ത് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? നമ്മളങ്ങനെ പറയുകയാണെങ്കിൽ ഇത് കാരണം ഇവിടെ എല്ലാവരും ചെയ്യുന്നത് ഷോർട്ട് ഫിലിമുകളാണ്. അതായത് ഒരു ഫുൾ മൂവി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര പോസിബിൾ അല്ല, ഒരു സാഹചര്യമല്ല നമുക്ക് കുവൈറ്റിലുള്ളത്. കാരണം സാറിന് അറിയാവുന്ന പോലെ തന്നെ ഒരുപാട് പരിമിതികളുണ്ട് ഇവിടെ. നമുക്ക് നിയമത്തിന്റെ ലിമിറ്റേഷൻസ് എല്ലാം ഉണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മളിത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ സിനിമയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം നമ്മളെ പങ്കാളിയായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഇതിന്റെ ടെക്നിക്കൽ സൈഡുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഷൂട്ട് ചെയ്താൽ മാത്രമല്ല, അതിന്റെ ആഫ്റ്റർ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ തന്നെയാണോ അതോ നാട്ടിലാണോ? കൂടുതലും നമ്മൾ ഇവിടെ തന്നെയുള്ള കലാകാരന്മാരെ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമ്മളൊക്കെ BGM അങ്ങനെയുള്ള കാര്യങ്ങൾ, സൗണ്ട് മിക്സിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്കും കൂടെ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടുത്തെ കുറച്ച് അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ കുറവാണല്ലോ. കാരണം ടെക്നിക്കൽ സൈഡ് കുറച്ചൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും സന്തോഷം, എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദര. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ പൊഴിയും രാവിൽ രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി. ഇതാണ് നമ്മൾ ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്ത മുനീർ അഹമ്മദാണ്. ബിബ്ജി ഓറുണ്ട് കേട്ടാ. യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ